വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ചോദിച്ചു കാണിക്കുന്നു ഞങ്ങൾ തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. സെക്കൻഡ് ഡേ ആണ്. ഞങ്ങളൊരു ലോഡ് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആശയുടെ ഒരു ലോഡ് ഓൾറെഡി വീട്ടിലോട്ട് ചേട്ടൻ്റെ കയ്യിൽ വീട്ടിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ക്യാമറയ്ക്ക് നോക്കണം കേട്ടോ, അതിനകത്ത് നോക്കണം. ഓക്കെ വീട്ടിലോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞില്ല. അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഇത് ഒരു ലോഡ് എൻ്റെ സാധനം, ഇത് ഒരു ലോഡ് ആശയുടെ പിന്നെ സാധനം, അതൊരു പിന്നെ ആശയുടെ സാധനം. ആൻഡ് ബൈ ദ വൈ തായ്ലൻഡ് ട്രിപ്പ് വാസ് അടിപൊളി, സൂപ്പർ ആയിരുന്നു. ഞങ്ങളുടെ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഞങ്ങൾ പട്ടായ പോയി. പട്ടായയിൽ ഒരു 3 ദിവസം, അത് കഴിഞ്ഞ് 2 ദിവസം ബാങ്കോക്കിൽ, അത് കഴിഞ്ഞ് 2 ദിവസം ഫുക്കറ്റിൽ. ഇറ്റ് വാസ് ഗ്രീഡിലെസ്റ്റ് ട്രിപ്പ് ഓഫ് ദി വേൾഡ്. അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇനി അടുത്ത ട്രിപ്പിലുള്ള പ്ലാൻ, ഇതിൽ ഓരോ ഷോർട്സ് ഒക്കെ കാണുന്നവരെ ഞങ്ങൾ പുതിയ പ്ലാനിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് തായ്ലൻഡിനെ പറ്റി 2 വാക്ക് പറയുന്നത്? അയ്യോ അടിപൊളി, തിരിച്ചു കയറി വരുന്നത് എന്തൊരു സങ്കടം. സത്യം. ആൻഡ് ബൈ ദ വേ തിരിച്ചു വരുന്ന വഴി വലിയൊരു സംഭവം, പ്ലെയിനകത്തുള്ള ടർബുലൻസ് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫസ്റ്റ് റോ, അതായത് 6th റോയിൽ വിൻഡോ സീറ്റ് എൻ്റെത്, ബാക്കിലത്തെ 3 അടുപ്പിച്ചുള്ള സീറ്റ് ഇവരും 3 പേരും. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അയ്യോ, അനൗൺസ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ച പ്ലെയിൻ എന്തോ പറ്റി, ലൈക്ക് എന്താ പറയാ, അമ്മാതിരി ടർബുലൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ സീറ്റ് ഇടയിലൊക്കെ ഷാവിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ടർബുലൻസ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വാട്ട് വി ബോട്ട് ഫ്രം തായ്ലൻഡ്. യെസ് ഗൈസ്, ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചത്, പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇടയിൽ കൂടെ ഒക്കെ പറയാൻ നോക്കാം. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. 20 മിനിറ്റ്സ് വീഡിയോ ക്യാമറയ്ക്കകത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്താ പറയുക, ലാസ്റ്റ് എൻഡിങ് വരെ 20 മിനിറ്റ്സിൽ ഞങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോക്കകത്തോട്ട് പോകും. ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചത് കാണിച്ചു തരാമേ. അയ്യോ, ഓക്കെ. ഫസ്റ്റ് സംഭവം വാങ്ങിച്ചത് ഇതിന്റെ ഒരെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു, അതിലേക്ക് വേണ്ടിട്ട് കൊടുത്തിട്ട് അതൊരു ലാമ്പായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ച സാധനം. എൻ്റെതും ഉണ്ടായിരുന്നു. കോമൺ സാധനമാണ്. മറ്റേ മസ്റ്റ് ബൈ ഐറ്റംസിൽ കാണുന്ന ഞങ്ങൾ കുറെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കണ്ടായിരുന്നു വൈറ്റാ കെരാറ്റിൻ, അതായത് ഹെയർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. ആദ്യം യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേണം എനിക്കത് യൂസ് ചെയ്യാൻ. അതെ. പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാല് പിന്നെ ഇത് ഞങ്ങൾക്ക് ആർക്കുമല്ല വാങ്ങിച്ചത്, ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്. ഹർഷന കണ്ടുപിടിച്ചു. ഇത് ഒന്നും മാത്രമല്ല, പച്ച കിറ്റ്കാറ്റും ഉണ്ട്, പിങ്ക് കിറ്റ്കാറ്റും ഉണ്ട്. ഇത് 2 എണ്ണം കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ തനിക്ക് വേണ്ടി വാങ്ങിച്ചോ. കാണുന്നുണ്ടോ അറിയാൻ വയ്യ. വീണ്ടും എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്ന കോമൺ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അതൊരു മസ്റ്റ് ബൈ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിച്ചാണ് ഈ ഒരു സോപ്പ്, ബ്രൈറ്റാമിൻ സോപ്പ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത സാധനം. 10 കൊടുത്തിട്ട് വാങ്ങിച്ച സാധനം. അതെ, ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ തായ്ലൻഡിൽ പോകുന്ന എല്ലാവർക്കും അറിയാം. 7-Eleven, അതായത് പോയവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും 7-Eleven എന്താണെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറയാം. 7-Eleven എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പോലൊരു കടയാണ്. 24/7 ഓപ്പൺ ആണ്. ഓരോ 5 മിനിറ്റ്സിലും നമുക്ക് ആ ഒരു കട കാണാൻ പറ്റും. അതായത് ഒരു ജംഗ്ഷനിൽ തന്നെ 2 കട ഉണ്ടാവും. അങ്ങനെയാ. അപ്പം ഞങ്ങള് ചെല്ലുന്ന വെച്ചാൽ ഞങ്ങള് എല്ലാ ദിവസവും അവിടെ നിന്നായിരുന്നു ഫുഡ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾ ചില ദിവസം ലഞ്ച്, ചില ദിവസം ഡിന്നർ എല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ഒരു മസ്റ്റായി കുടിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പം അത് നമ്മൾ ഐസ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഐസ് എടുക്കുന്ന ക്യൂട്ട് കപ്പാണ്, ഹലോ കിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ക്യൂട്ട്നെസ് ഇട്ട് പരിപാടിക്കില്ല. ആശയുടെ കപ്പ് ഡെയിലി 2 തവണ 2 തവണ വാങ്ങിച്ച് കളയാറായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരെണ്ണം വീട്ടിലോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തു. അടപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അടപ്പയുടെ ബാഗിലുണ്ട്. ഓക്കെ. ഞങ്ങൾ പിന്നെ കുഞ്ഞു ബാഗിനകത്ത് വെക്കുന്ന പിൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ?
ഇതാണോ ഇങ്ങനത്തെ കുറച്ച് പിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കണക്റ്റഡ് ആയിട്ടുള്ള പിൻസ്. അതെ, ഇത്രയും പിൻസ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് മാത്രമല്ല പപ്പട യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ച ഓരോരുത്തർക്കും അവരവരുടെ കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് കാണുന്നുണ്ടോ? ഇതിൽ ഒരു ഇലേന്റെ ഭാഗവും പിന്നെ എന്താ പറയാ ഒരു ആനി, രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എനിക്കും ഒരെണ്ണം വീട്ടിലോട്ടും, കൊല്ലത്ത് വീട്ടിലോട്ടോ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതാണോ നല്ലത് അതായിരിക്കും ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് വീട്ടിൽ കൊടുക്കും. സംഭവം ആശയം വാങ്ങിച്ചത് ഇലയും ആനിയും എല്ലാം സെയിം സംഭവമാണ്. പിന്നെ തായ്ലൻഡിലൊക്കെ പോയിട്ട് തായ്ലൻഡിന്റെ ഒരു സംഭവം എല്ലാ വീട്ടിലും വേണമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചത്. എന്റെ അടുത്ത സാധനം ഞാൻ സാധനം കാണിക്കാമോ? ഓ സുട്ടന്റെ എന്തെന്ന് അറിയത്തില്ല. അയ്യോ എന്റെ ഹാൻഡ് ബാഗില കൊടുത്തിട്ടോ? എനിക്ക് എപ്പോഴും ചാടി ഓടി പോലെ ഞാൻ ഇങ്ങനെ പയ്യെ പയ്യെ ഇറങ്ങണ്ടേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അടുത്ത സാധനം എന്തോ കാണിക്കേ? എന്താണെന്ന് എനിക്ക് വലിയ ധാരണ എന്റെ ഇത് ചീറ്റിയാറല്ലേ? അത് ചീറ്റിയാർ മിനി കൂപ്പർ. ഞാൻ ഇതിന്റെ ഒരു ഡൈകാസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ കുറേ നടന്നായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഈ കളറല്ല എനിക്കിഷ്ടമുള്ള കളർ. പക്ഷേ എന്താ ഞാനിത് വാങ്ങിച്ചു. ലൈക്ക് ഇത് കണ്ടപ്പോൾ ഒരു സെക്കൻഡ് തോട്ടില്ല ഇതെനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സാധനം. ആക്ച്വലി 300 ബാത്ത് അല്ലായിരുന്നോ? 300 ബാത്ത് പറഞ്ഞാൽ ഏകദേശം 900 റുപ്പീസ് ആയിരുന്നു. ഇത് 500. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുപ്പർ എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് അല്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഡ്രൈവർ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ സൗണ്ട്, ഇപ്പുറത്തെ പാസഞ്ചർ സൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു എയർപോർട്ട് മൊത്തം എൻ്റെ സൗണ്ട് ഒന്നുമില്ല. എൻ്റെത് ഞങ്ങള് എവിടെ പോയാൽ ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഫുക്കറ്റിൽ വന്നപ്പം ഇത് പട്ടായിൽ നിന്ന് മേടിച്ചതും ഇത് ഫുക്കറ്റിൽ വന്നപ്പോൾ ഫുക്കറ്റിൽ നിന്ന് മേടിച്ചതും ഞങ്ങളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാരാസീലിങ്ങും സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. കാരണം അത് ഈ പാരാസീലിങ്ങും സ്നോർക്കലിങ്ങിൻ്റെയും ഫ്രിഡ്ജ് മാഗ്നറ്റ്. പിന്നെ കാരണം ഒരു സാധനം നമ്മളെ കാണിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. കൊച്ചനോട് ചോദിച്ചിട്ട് താഴെ എഴുതി കൊച്ചാണ്. അതെ അവനോട് ചോദിച്ചിട്ട് ഇത് ഇതാണ് ഞാൻ താഴെ എഴുതി കാണിക്കുന്നത്. കാറ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഡൈകാസ്റ്റ്. ഞാൻ ഈ കാറിൽ അവൻ ഈ കാറിലായിരിക്കും പിക്ചറിൽ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച കുറേ സാധനങ്ങൾ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വേദന, മുറിവ്, ചതവ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. വേദനയ്ക്ക് വേണ്ടി ഇവിടെ വാപ്പ നടുവേദന എന്ന് പറയുന്നത് വാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാച്ച് മേടിച്ചിട്ടുണ്ട്. അതേ സാധനം ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക ഫേസ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 ഫേസ് മാസ്ക്. ഇതൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് 2 ഫേസ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു ആക്നെ ആണെന്ന് മാത്രം അറിയാം, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്ലസ് പിന്നെ ഒരു കെരാറ്റിൻ ഹെയർ മാസ്ക്. ഇത് താനും വാങ്ങിച്ചായിരുന്നല്ലോ. ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങൾ സെയിം ആണ്. ഇനി പിന്നെ ഇത് തന്റെ ഇല്ലാത്ത എന്ന് വെച്ചാല് കോളേജ് വെച്ചിട്ട് ഈ ചെറിയ സാധനം കണ്ടോ, ഒരു ലിബാമായത്. അത് ആശ കൊണ്ടുവരുന്നത് ലൈക്ക് അതെന്താന്ന് പറയുന്നത് ഷൗറി. ഞങ്ങളുടെ ഇടയിലുള്ള ആ വീഡിയോ തപ്പി കണ്ടുപിടിച്ച് പറ്റുമെങ്കിൽ ഞാൻ ഇടാം. ആശയുടെ വീഡിയോ ഉണ്ട് ഷൗറി ഒക്കെ പറയുന്ന വീഡിയോ കോളേജ് സത്യം ഞാനിത് തുറന്ന് മണപ്പിച്ചോളൂ. ആശുപത്രിയുടെ ഒന്ന് തന്നെ നമ്മുടെ പഴയ ഷൗറി സാധനം എന്നൊക്കെ പറഞ്ഞ സാധനമാണിത്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് ഒരു സാധനം വെച്ചാൽ അമ്മയുടെ വൈബ് സാധനം ഇത് കണ്ടപ്പോ അമ്മേനെ അമ്മ ദിസ് ഇസ് ഫോർ അമ്മ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച സാധനമാണത്. നമുക്ക് ഇഷ്ടപ്പെടുവോ അറിയില്ല. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ പിന്നെ 2-3 മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിക്കാൻ ശ്രമിക്കാം. തരാതെ ഇത് നല്ല കമ്മല്. ഞാൻ കമ്മല് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കമ്മലൊക്കെ വാങ്ങിച്ചത് ഒരു കടയാണ്. ആ കടയിൽ ആ ഒരു ചേച്ചി ഇങ്ങനെ ഒരു 20 ബാത്ത് നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ പോകുന്നവരൊക്കെ ഈ ഒരു റീല് കണ്ടിട്ടുണ്ടായിരിക്കും.
20 ബാത്തിന് എന്ത് സാധനം എടുത്താലും അവിടെ 20 ബാത. അവർ പറയുന്ന സ്ലാങ്ങിന് ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മളതിങ്ങനെ ഈ സ്ലാങ് നമുക്ക് തന്നെ പിന്നെ ആ ഒരു ദിവസം ഫുള്ള് ഞാനിങ്ങനെ അതൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. സോ ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങള് ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആനക്കുട്ടിയുടെ ഷേപ്പിലുള്ള ഈ ക്യാൻഡിൽ തീർന്നാൽ നമുക്ക് ഞാനിപ്പോ ക്യാൻഡിൽ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ഇതിന്റെ പുറകിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ചേക്കാം. ഇത് ഓർക്കിഡാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ജാസ്മിൻ വാങ്ങിച്ചത്. അത് മണം നോക്കാനായിട്ട് സമ്മതിക്കത്തില്ല. പക്ഷെ പിന്നെയും കവറിന്റെ പുറത്തുള്ള ഒരു മണം വെച്ചിട്ട് നമ്മൾ ഗസ് ചെയ്യുന്നു നല്ലതായിട്ട് വന്നു. ഒരു 2 ഫിഷ് മാഗ്നറ്റ് ഓപ്പണറാണ്. അങ്ങനെ അതുകൊണ്ട് ഒരെണ്ണം റോഷനും ഒരെണ്ണം ക്യാമറയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരും. കാരണം ക്യാമറയിലെ സ്പേസ് കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഫോണാണ് എടുക്കുന്നത്. അപ്പൊ ഇതിലൂടെ മനസ്സിലാവും ഏതിനകത്ത് വീഡിയോക്കാണ് ക്വാളിറ്റി ഉള്ളത്. പിന്നെ മറ്റേതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ അതിൽ എന്റെ ഇമേജിലാണ് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ ഫിനിഷ് ചെയ്യട്ടെ. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങള് കാഷ്യൂ ക്രീമി മയോ. എന്താണെന്ന് അറിയത്തില്ല. കാഷ്യൂ നട്ടിന്റെ മുകളിൽ മാംഗോ കോട്ടിംഗ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് സംതിങ് 50 ബാത്തോ 49 ബാത്തോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ പ്രൈസ്. പിന്നെ മാംഗോസ്റ്റീൻ ക്യാൻഡി ഇതെനിക്ക് തോന്നുന്നു 70 ബാത്ത് പൊട്ടിക്കരുത്. പിന്നെ പൈനാപ്പിൾ ചിപ്സ് ഇതും സംതിങ് 30 ബാത്ത് ആ റേഞ്ച് എന്തോ ആയിരുന്നു. പിന്നെ കോക്കനട്ട് ചിപ്സ് എന്തുവാണെന്ന് അറിയത്തില്ല, എന്നാലും വാങ്ങിച്ചു. തേങ്ങ പൊരിച്ചത്. അതെ. ഞാൻ ബീട്രൂട്ട് അങ്ങനെയൊന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളിപ്പോ തൃശ്ശൂർ വീട്ടില കാക്കനാട് വീട്ടിൽ ഇരിക്കുക. അപ്പൊ അതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തു. ഒരു സീബ്രന്റെ ഒരു കിടിലൻ കപ്പ്. കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതാണ്. കുഞ്ഞു പറഞ്ഞിട്ടില്ല. ഞാൻ ഇവയ്ക്ക് വേണ്ടിയിട്ട് സഫാരി പാർക്കിൽ നിന്ന് ഒരു ലൈനിന്റെ ക്യാപ്പ് വാങ്ങിച്ചു. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. അത് തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ആദ്യം ചോദിച്ച കടയിൽ അതിന് റേഞ്ച് കൂടും. ഓരോ കടയിൽ നമ്മൾ ചോദിക്കും തോറും അവർ പ്രൈസ് കുറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെന്താ ഇതൊക്കെ ഉള്ളൂ. തായ്ലൻഡ് ദിവസം അടിപൊളി. എന്റെ ബ്ലോഗ് എല്ലാം നിങ്ങൾ കാണണം കേട്ടോ. കാരണം ഞാൻ കുറച്ചധികം വെറുപ്പിക്കലുണ്ടാവും. പക്ഷെ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു രീതിയിൽ ബ്ലോഗ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അതെല്ലാം കാണണം. അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടല്ലോ. ഉറക്കം അയ്യോ ഞങ്ങൾ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. ഞങ്ങൾ പാക്കേജ് കിടക്കുന്നത് 2:30-3 മണി. അതിന് മുന്നേ ഞങ്ങൾ കിടന്നിട്ടേ ഇല്ല. എന്നിട്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കിന് 7 മണിക്കല്ല 6 മണിക്ക് എണ്ണീറ്റ് 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊരു സമയം പറയും, നമുക്ക് പിക്കപ്പ് ടൈം പറയും. അപ്പൊ അതിനുള്ളിൽ നമ്മൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പം 10 മണിക്ക് പിക്കപ്പ് പറഞ്ഞാലും 9:30-10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അത് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കണം. പിന്നെ രാത്രി ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളെ ഒരു 5 മണി 4:30 5 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടേതായ സ്വന്തം രീതിയിൽ മസാജിനൊക്കെ പോയിട്ടുണ്ട്. സത്യം ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ പോയത് പട്ടായ ബീച്ചിന്റെ സൈഡിലായിരുന്നു, ലൈക്ക് ഞങ്ങളുടെ സ്റ്റേ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പട്ടായ ബീച്ചിലോട്ട് പോകും. അത് ഫുള്ള് ഭയങ്കര ബഹളമാണ് അവിടെ. മസാജ് പിന്നെന്താ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ജോയിന്റിന്റെ കടയാണ് ഗൈസ് ഉള്ളത് അവിടെ. ഫുള്ള് ഓരോ മുക്കിലും നമ്മുടെ നാട്ടിലെ മുറുക്കാൻ കട പോലെ. കൊച്ചു പിള്ളേര് ലൈക്ക് അവർക്ക് അവിടെ അത് ലീഗലാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നമുക്ക് നടക്കുമ്പോഴേ ആ ഒരു സ്മെല്ലാണ് വരുന്നത്. എനിക്ക് ഹൈ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹൈ ആയിട്ടാണ് അമ്മാതിരി മണം. നമുക്ക് അത് നടക്കാൻ പറ്റത്തില്ല. അത് പിന്നെ എന്റെ ഐഫോൺ വേണ്ടി ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് മാറ്റി സാധനം ഐഫോണിന്റെ ആ ഒരു വീഡിയോ സ്നോർക്കലിങ്ങിന്റെ ബ്ലോഗിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞങ്ങൾ താഴെ നമുക്ക് വാങ്ങിച്ചപ്പോൾ ഡൗട്ട് ആയിരുന്നു ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് എപ്പോഴെങ്കിലും വെള്ളത്തിന്റെ അടിയിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ നമ്മളെ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയ ഒരാളുടെ കയ്യിൽ ഈ ഫോൺ കൊടുത്ത് ആള് താഴെയൊക്കെ പോയിട്ട് പാമ്പിന്റെ ഒക്കെ വീഡിയോ എടുത്തു. പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പാമ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ലൈക്ക് തായ്ലൻഡ് എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എല്ലാം ഫസ്റ്റ് ആയിരുന്നു.
ഫസ്റ്റ് ഇന്റർനാഷണൽ എൻ്റെ പാസ്പോർട്ടിനെ പറ്റി സാധാരണ ഫസ്റ്റ് സ്കില്ലൊക്കെ വന്ന് ഗൈസ്. അപ്പം നല്ല ട്രിപ്പായിരുന്നു. ലൈക്ക് ഇനി ഒരു വെക്കേഷൻ വേണം. വെക്കേഷൻ വെക്കേഷൻ മറ്റേ റിലാക്സിങ് വെക്കേഷൻ ഒന്നും അല്ലായിരുന്നു. ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യാൻ ഒരു ദിവസം ലീവ് വേണം. സത്യം. ലൈക്ക് നമ്മൾ വിചാരിക്കും എന്താ പറയുക, വെക്കേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ് വന്ന് വർക്കിന് കയറാമെന്ന്. അതിനിടയ്ക്ക് ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ലീവ് കിട്ടത്തില്ല. 2-3 മാസത്തേക്ക് ലീവ് കിട്ടില്ല. അപ്പം എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉറക്കം വരുന്നു. ഞാൻ ഒരു 5 മിനിറ്റ് തുടങ്ങിക്കോട്ടെ. അപ്പം എന്താ പറയുക, അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അടുത്ത എല്ലാ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് പ്ലീസ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ബൈ പറയൂ.